ഇങ്ങനെ നയിക്കാം, ജീവിക്കാം. എന്താ ആഗ്രഹിക്കുന്നത്? നമ്മളിപ്പോ ആവതുള്ള കാലം വരെ വന്ന് വരാന്നല്ലാതെ പോ റെസ്റ്റൊന്നും വേണ്ട. റെസ്റ്റ് തരാൻ നമുക്ക് ആവത് ഒന്നുമില്ല. നമുക്കിങ്ങനെ അധ്വാനിക്കണം. അയച്ചിട്ട് എന്താ കിട്ടണം? അല്ലാതെ നമ്മൾ റെസ്റ്റ് എടുത്താൽ നമ്മളെ ഇതൊക്കെ പോയില്ലേ. ഹലോ 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 ബാബാ, 2025 ദിവസം പണിയൊക്കെ ഉണ്ടാവും. പണിയൊക്കെ ഉണ്ടാവില്ലേ? 26 വന്നാലേ അറിയുള്ളൂ ഇപ്പോൾ പണിയിലൊക്കെ. അതൊക്കെ അങ്ങനെ പോയിക്കോളൂ. നമ്മൾ നാട്ടിലൊന്നും പണിക്ക് പോയില്ല. നമ്മൾ പണി തന്നെ ഉള്ളൂ. ഇവിടുത്തെ പണി തന്നെ ഉള്ളൂ. നമ്മൾ കൊണ്ടില്ല. അപ്പൊ എടുത്തോളി എടുത്തോളില്ല. രാത്രിക്കായി ഓണോട്ടങ്ങനെ പോട്ടെ. അതൊക്കെ നമ്മൾക്ക് ഒരു പ്രായമില്ലേ. പ്രായത്തിനനുസരിച്ച് 60-70 മുന്നോട്ട് പോകാൻ പാടില്ല. ഇപ്പം 75 കഴിഞ്ഞില്ലേ. 75ൻ്റെ സമയത്ത് ഇങ്ങനത്തെ പണി ഇപ്പോൾ അങ്ങനത്തെ ആൾക്കാരെ എടുക്കുന്നുണ്ട്. അപ്പോൾ എടുക്കില്ല. നമ്മളത് മക്കൾ പണിയെടുക്കില്ല. പണിയൊന്നും അത് വീട്ടിൽ കൂടലൊക്കെ നടന്നിട്ടുണ്ട്. വീടൊക്കെ പുതിയതായിട്ടൊക്കെ എടുത്ത് അങ്ങനെ അത് സർക്കാർ ഫണ്ടും ഉണ്ടായിട്ടുണ്ട്. അതിലൂടെ എല്ലാം കൂടി പല ആൾക്കാരെ സഹായങ്ങളും കിട്ടുക. അല്ലെങ്കിൽ ഈ തൊഴിലെടുത്തിട്ടൊന്നും വലിയ വീടൊന്നും ഇപ്പം എടുക്കാൻ കഴിയില്ല. മകനാണല്ലോ, മകൻ്റെ വിദ്യാഭ്യാസവും അവൻ്റെ പഠനവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇനി മുന്നോട്ട് നീങ്ങാനുള്ളത്. അപ്പോൾ നമ്മൾ അധ്വാനിക്കുക, കടക്കാരോടായാലും സുഹൃത്തുക്കളായാലും നല്ല രീതിയിൽ പെരുമാറുക, തൊഴിൽ മേഖലയിൽ ഒരു സൗഹൃദം ഉണ്ടാക്കുക. നമ്മളതുപോലെ അധ്വാനിക്കുക. അധ്വാനത്തിൻ്റെ ഫലം നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കുക. ഒരു മദ്യത്തിനും ലഹരിക്കും പോവാത്ത രീതിയിൽ ജീവിതത്തിൽ എന്തെങ്കിലും ഇത് മാറ്റം വേണം. അതായത് എപ്പോഴും കടക്കാരനാവരുത്. കടത്തിൽ കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കടത്തിൽ നിന്നൊരു ചേഞ്ച് വേണം. എപ്പോഴും കടക്കാരനായി മരിക്കരുത്. കടങ്ങളൊക്കെ സലാമത്താക്കിയിട്ട് മരിക്കണം എന്നുള്ള ഒരു അഭിപ്രായത്തിലാണ്. 26 നല്ലൊരു വർഷമായിട്ട് വരട്ടെ എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. വലിയ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ലാത്ത സാധാരണ മനുഷ്യരാണ് അതിജീവനം സ്വപ്നം കാണുന്ന തൊഴിലാളികൾ. 2026 ഈ മനുഷ്യരുടെ ജീവിതത്തിന് കൂടുതൽ നിറം നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. ക്യാമറമാൻ വേണുവിനൊപ്പം മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്.